ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള വെള്ളക്കടലക്കറി ഈസിയും ടേസ്റ്റിയുമായിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കടലക്കറി പെട്ടെന്ന് തീർന്നോളും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 2 കപ്പ് കടല ഓവർ നൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവിയുടെ പ്രിപ്പറേഷനായിട്ട് ഒരു 2 തക്കാളിയും ഒരു സവോളയും കൂടെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഈ കടല കുക്ക് ചെയ്യുന്നതിന് ഞാനൊരു പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ഞളും ഉപ്പും ഇട്ട് ഞാൻ ഈ കടല കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ബോയിൽ ചെയ്ത ആ പൊട്ടറ്റോയും ഒരു 2-3 ടീസ്പൂൺ കടലയും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പാനിൽ 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ബേ ലീഫ്, കറുകാപ്പട്ട, ഒരു 2 ഗ്രാമ്പൂ, 2 ഏലക്കായും കൂടെ ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേനും ഞാനൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാമേ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അടിച്ചു വെച്ചിരുന്ന തക്കാളി സവോളയുടെ മിക്സ് ചേർത്ത് കൊടുക്കുവാണ്. ഇത് നമ്മൾ പച്ചയ്ക്കാണ് അടിച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ആ മിക്സിയിലുണ്ടായിരുന്ന വാട്ടർ കണ്ടൻ്റ് എല്ലാം ഒന്ന് മാറി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടർ ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്. ഇതുകൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇതോടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കടലയും കൂടെ ചേർന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇതിന് ജസ്റ്റ് ഒരു തിള വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കസൂരി മേത്തി, ഇത് ഫെനിഗ്രീക്കിൻ്റെ ഡ്രൈഡ് ഫെനിഗ്രീക്കിൻ്റെ ലീഫാണ്. അതൊന്ന് ക്രഷ് ചെയ്ത് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്താൽ മതി. ക്രഷ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കടലക്കറി നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പിള്ളേർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.